ഗത്സമനത്തോട്ടത്തിലെ കല്ല് ചുവന്നു തുടങ്ങിയിരുന്നു. രക്തം നിറഞ്ഞ കണ്ണുകൾ തിരഞ്ഞപ്പോൾ കൂടെ ആരെയും ഉണർന്നു കണ്ടില്ല. ജീവൻ തന്നവനോടൊപ്പം ഒരു നാഴിക ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം അവരിൽ ഉണർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉറങ്ങുന്നത്? നമ്മുടെ കണ്ണുകളാണോ അതോ ഹൃദയമാണോ? ഗത്സമനയിൽ കർത്താവ് വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. അവർ ദൂരെയല്ലായിരുന്നു. ഇന്ന് ആ ഗത്സമനയിലെ ഉറക്കം നമ്മളിലേക്കും വന്നിട്ടില്ലേ? നമ്മുടെ ശരീരം ദേവാലയത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനകളുടെ ശബ്ദം നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാതെ ലോകത്തിൻ്റെ ബാഹ്യചിന്തകളിൽ നാം അകപ്പെട്ടു പോയിട്ടില്ലേ? ഈ നോമ്പിൽ ദൈവം ചോദിക്കുന്നത് നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുവാനല്ല, നമ്മുടെ ഹൃദയം ഉണർന്നിരിക്കുവാനാണ്. നാം ഉറങ്ങുന്ന വിശ്വാസികളാകാതെ ഉണർന്നിരിക്കുന്നതായ പ്രാർത്ഥനയുടെ അനുഭവത്തെ പേറുവാൻ ഈ തപസ്സിൻ്റെ യാത്ര നമുക്ക് തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.